ശ്ലോകം 6. അപ്പോഴാണ് ഒരു ഗോപി, മുമ്പിൽ പോകുന്നതായ ഗോപി അവിടുന്ന് മറ്റുള്ളവർ പിന്നാക്കം തിരിഞ്ഞു നിന്ന് അവരോട് പറഞ്ഞു, നിരീക്ഷിതോയം സഖീ, കണ്ടു കണ്ടു. ആര്? പങ്കജാക്ഷ. ആ പങ്കജാക്ഷൻ, പങ്കത്തിൽ നിന്ന് ജാതമായത് പങ്കജം, ചളിയിൽ നിന്ന് ഉണ്ടായത് താമര. താമര പോലെയുള്ള മനോഹരമായ അക്ഷരങ്ങളോട് കൂടിയവൻ പങ്കജാക്ഷൻ. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ. എവിടെ എവിടെ? പുരോമമാ. ഇതെൻ്റെ മുമ്പിൽ, ഇതെൻ്റെ മുമ്പിൽ. അവരെല്ലാവരും ആ സ്ത്രീയുടെ അടുത്തേക്ക് കൂടി. ഇവളോ ആകുലമാലബന്ധി. എന്തോ മനസ്സിലൊരു ഭ്രമമുണ്ടായിട്ട് ആ ദുഃഖം കൊണ്ട്, ആകുലത കൊണ്ട് പറഞ്ഞു പോയതാണ്. എവിടെ? കാണാനില്ലല്ലോ. ഇപ്പം ഇവിടെ കണ്ടപ്പോൾ തോന്നി, ഇപ്പോൾ ഞാൻ കണ്ടു. എങ്ങനെ കണ്ട്? ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ. ആ ഭാവനയിലാണ്, മനസ്സിൻ്റെ ഭാവന, ശരിക്കുള്ളതല്ല, മനസ്സ് കൽപ്പിച്ചുണ്ടാക്കിയതാണ് ആ ഭഗവാന്റെ രൂപം. ഭാവനാചക്ഷുഷി വീക്ഷ്യ കാതിൽ. അങ്ങനെ ഒരുത്തി എപ്രകാരം തൻ്റെ ഭാവനയിൽ കണ്ട് എല്ലാവരെയും വിളിച്ചറിയിച്ച് അവരെയൊക്കെ അടുത്ത് വരുത്തി. ഇപ്പം എന്തുണ്ടായി? താപം സഖീനാം. ഭഗവാനെ കാണാത്തതിൽ അവർക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ജിഗണീചകാര. അത് ഇരട്ടിയായി. കുറച്ച് ദുഃഖം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഇരട്ടി ദുഃഖമായി എന്നർത്ഥം. ഇതുപോലെ ഇത് പണ്ടൊക്കെ സദ്യ നടത്തുന്ന ആ സമയത്ത് എല്ലാവരെയും നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു. അടുത്തുള്ള വീട്ടുകാരെ മാത്രമല്ല, വഴിയിൽ കൂടി ആരൊക്കെ പോകുന്നു അവരെയൊക്കെ വിളിക്കും. വരൂ, ഇന്ന് എൻ്റെ കുട്ടിയുടെ പിറന്നാളാണ്, വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ 8-10 പേര് അങ്ങനെ ഒന്നിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വിളിച്ചു. അവർക്ക് നല്ല വിശന്നു. അവർ വേഗം കയറി വന്നു, കയ്യും കാലും കഴുകി ഇട്ടു. ഗൃഹനാഥൻ ഇലയൊക്കെ ഇട്ടു. അപ്പോഴാണ് ഭാര്യ പറയണത്, അയ്യോ ബാക്കിയുണ്ടായിരുന്നു, നമ്മളെല്ലാം കൊടുത്തു പോയല്ലോ. മുമ്പ് കുറച്ച് വിശപ്പുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഈ ആഹാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ സന്തോഷം വന്നിരുന്നാണ്. ഇപ്പോൾ ഇല്ലയെന്ന് അറിഞ്ഞപ്പോഴോ ജിഗുണീചകാര. ആ ദുഃഖം ഇരട്ടിയായി. എപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു, ആഹാരം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇരട്ടിയായി. അതുപോലെ ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപിമാർക്ക് മുമ്പുണ്ടായിരുന്ന ആ ദുഃഖം ഇരട്ടിച്ചു. ശ്ലോകം 7. ത്വദാത്മീയാസ്ഥ. ഇപ്പോൾ ഭഗവാൻ മൈകളാണ്, ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളൂ അവർ, വേറെ യാതൊരു ചിന്തയില്ല. ത്വദാത്മീയാസ്ഥ. അവരെന്ത് ചെയ്തു? യമുനാതടത്തിലേക്ക് തന്നെ വന്നു. യമുനാതടാന്തേ. കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് കാര്യമില്ല ഇനി. അങ്ങനെ യമുനാതടത്തിൻ്റെ തടത്തിൽ യമുനയുടെ കരയ്ക്ക് വന്നു. തവാനുചക്രു കില ചേഷിതാനി. ഭഗവാൻ എന്തെല്ലാം ലീലകളാടിയോ ആ ലീലകളെല്ലാം അവർ ചെയ്തു. പൂതനയെ കൊന്നത്, അപ്പോൾ ഒരുത്തി കൃഷ്ണനായി, ഒരുത്തി പൂതനയായി. അങ്ങനെ പൂതനയുടെ സന്യപാനം കൊണ്ട് അവൾ മരിച്ചു വീഴുന്നു. അങ്ങനെ ഒരുത്തി മരിച്ചു കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ശകടാസുരൻ, ഒരാൾ ശകടമായി ഒരാൾ കൃഷ്ണനായി ശകടത്തെ തട്ടിത്തെറിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. തൃണാവർത്തൻ ഒരുത്തിയുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു. തവാനുചക്രു കില ചേഷിതാനി. എന്തെല്ലാം ചേഷ്ടകൾ, ലീലകൾ ഭഗവാൻ കാണിച്ചുവോ ആ ഗോകുലത്തിൽ, അതെല്ലാം അനുചക്രവും അവർ ചെയ്യേണ്ടായി. അല്ലാന്ന് ഒന്നുകൂടി പോയി അന്വേഷിച്ച് നോക്കുക. വിജിത്യ ഭൂയോവി തദൈവമാനാൽ.
അങ്ങനെ വീണ്ടും അവർ നിരഞ്ഞു നടക്കുമ്പോൾ അവരെ രാധയെ കണ്ടു. ത്വയാ വിമുക്തം ദദൃശിശ്ചരാധം. രാധയെ വഴിക്ക് ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരെല്ലാം ഇവരെയും ചോദിക്കുകയാണ്. പറഞ്ഞു, എൻ്റെ കൂടെയാണ് ഭഗവാൻ വന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്കിത്തിരി വയ്യ എന്ന് തോന്നി. ആ മുല്ലപ്പൂവൊക്കെ പറിച്ച് എനിക്കിതാ മാല കെട്ടിത്തന്നിരിക്കണം കണ്ടു. എല്ലാം കെട്ടിത്തന്നു. എന്തു പറഞ്ഞാലും അനുസരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇനി നടക്കാൻ വയ്യ, വല്ലാത്ത ക്ഷീണമുണ്ട്. അതിനെന്താ കയറിക്കോ എന്ന് പറഞ്ഞ് ശരീരം താഴ്ത്തി കൊടുത്തു. തോൾ കാണിച്ചു. തോളിലേക്ക് കാല് വയ്ക്കലും ആളെ കാണാനില്ല. ത്വയാ വിമുക്തം, ഹേ ഗുരുവായൂരപ്പ, അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധ. എന്തുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിച്ചു? മാന, അഹങ്കാരം. രാധയ്ക്ക് അഹങ്കാരം വന്നു. ഇയാളെന്നെ എടുത്തുകൊണ്ട് നടക്കട്ടെ എന്നുള്ളതായ ചിന്ത. അതാണ് തോളിൽ കയറാൻ പോയത്. തഥൈവ മാനാൽ, എപ്രകാരം ആ ഗോപികൾക്ക് അഹങ്കാരമുണ്ടായതുകൊണ്ട് ഭഗവാൻ അവരെ ഉപേക്ഷിച്ചുവോ, അതുപോലെ ഇതുവരെ രാധയ്ക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അഹങ്കാരം വന്നു. ആ മാനാൽ, അഹങ്കാരം മൂലം, ത്വയാ വിമുക്തം, അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധാം ദദൃശു, ആ രാധയെ കാണുകയുണ്ടായി. വിവരങ്ങളെല്ലാം പറഞ്ഞു. രാധയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം. മറ്റേവർക്കും സങ്കടം അഭിനയിച്ചു, പക്ഷെ സന്തോഷം. വിട്ടുവല്ലോ, തന്നെ വിട്ടുവല്ലോ, ഉപേക്ഷിച്ചുവല്ലോ എന്നുള്ളതായ ചിന്തയോടുകൂടി എന്നാ പോവുക, നമുക്ക് ഒന്നിച്ചു പോവുക. ശ്ലോകം 8. തതസമം താവിവിനെ, അവരൊന്നിച്ച് രാധയും കൂട്ടി ആ കാട്ടിൽ അന്വേഷിച്ചു. സമന്താ, ചുറ്റും കാട് മുഴുവൻ. ഇതുവരെ തമോവതാരാവധി, ആ തമസ് വരുന്നത് വരെ, തമസ് അവതരിക്കുക, അന്ധകാരം വരുന്നത് വരെ, അതായത് ചന്ദ്രൻ പോയി. മാർഗയന്ത്യ, ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ആ കാട്ടിൽ നടന്നു. എപ്പോൾ വെളിച്ചമില്ലാതായോ അവർ തീർച്ചയാക്കി ഇനി പോകാൻ പറ്റില്ല. പുനർ വിമിശ്രായ യമുനാതടാന്തേ, അങ്ങനെ യമുനാ നദിയുടെ തീരത്ത് തന്നെ മുമ്പ് നിന്നിരുന്ന ആ സ്ഥാനത്തേക്ക് വന്നു. പുനർ വിമിശ്രാഹ, അവിടെ ഒന്നിച്ചു കൂടി, എല്ലാവരും ഒന്നിച്ചു കൂടി. എന്നിട്ടോ ഭൃശം വിലേപുശ്ച, ആദ്യം കുറേ നേരം കരഞ്ഞു എല്ലാവരും. പിന്നെയോ കരയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുക എന്ന് ഒരുത്തി പറഞ്ഞു. രാധ എന്നെ ആയിരിക്കണം. ജഗുർ ഗുണാംസ്തേ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണങ്ങളെ പാടിപ്പൊഴുത്തിക്കൊണ്ട് നൃത്തവും വെച്ചിട്ടുണ്ടാവാം, പറഞ്ഞിട്ടില്ല. എങ്കിലും അവരെ ഇവിടെയാണ് ഗോപീഗീതം വരുന്നത്. ഗോപീഗീതം. അപ്പോൾ എവിടെ അഹങ്കാരമുണ്ടോ അവിടെ ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കും. രാധയും അഹങ്കാരമില്ലാത്തതുകൊണ്ട് രാധയെ കൊണ്ടുപോയി. രാധയ്ക്കും അഹങ്കാരം വന്നപ്പോൾ രാധയെ ഉപേക്ഷിച്ചു. നമുക്കുള്ള ഉപദേശമാണ്, ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുത്. അഹങ്കാരം വരുന്നപ്പോഴാണ് ഞാനെന്ന ഭാവം വരുന്നത്. ഞാനെന്നുള്ള ആ വ്യക്തിക്ക് യാതൊരു കഴിവുമില്ല. ഞാൻ ഈ ജഡമായ ശരീരമാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ഉള്ളിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്, ആത്മാവുള്ളതുകൊണ്ടാണ്. അതെപ്പോഴും ഓർമ്മിക്കണം. ആത്മാവാണ് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്നത്, എടുക്കുന്നത്, കൊടുക്കുന്നത്, നടക്കുന്നത്, സകല കർമ്മങ്ങളും ചെയ്യുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണം. അപ്പം എവിടെ അഹങ്കാരമുണ്ടോ അവിടെ ഭഗവാൻ
നമ്മളെ ഉപേക്ഷിച്ച് പോകും. ഇതാണ്.